നമസ്കാരം. മിമിക്രി ലോകത്തിനും മലയാളി പ്രേക്ഷകർക്കും വലിയ ഞെട്ടലുണ്ടാക്കി 2023 ജൂണിലായിരുന്നു പ്രിയ കലാകാരൻ കൊല്ലം സുധിയുടെ വിയോഗം. ആ ദുഃഖത്തിൽ നിന്നും കരകയറി ഭാര്യ രേണുവും 2 മക്കളും ഇന്ന് മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിൽ അഭിനയ രംഗത്ത് രേണു എത്തിയത് വലിയ വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ കാരണമായിരുന്നു. എന്നാൽ കൊല്ലം സുധിയുടെ 2ാം ഭാര്യ എന്ന് പറഞ്ഞ് ഒരു യുവതി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. കൊല്ലം സുധിയുടെ ആദ്യ വിവാഹ ബന്ധം തകർന്ന ശേഷം തന്നെയാണ് 2ാമത് വിവാഹം ചെയ്തതെന്നും ഈ ബന്ധം പിരിഞ്ഞതാണെന്ന് ഇവർ വാദിക്കുന്നു. എന്നാൽ തന്നെ സുധി വിവാഹം ചെയ്യാതെ കൊണ്ടു നടന്ന ഒരാളാണെന്ന് രേണു മറ്റൊരാളോട് മോശം ഭാഷയിൽ പറഞ്ഞതിനാലാണ് ഈ തുറന്നു പറച്ചിൽ നടത്തുന്നതെന്നും തൻ്റെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും യുവതി. 2013 സുധി തന്നെ കല്യാണം കഴിച്ചതെന്നും കൊല്ലത്തെ ഒരു അമ്പലത്തിൽ വെച്ചായിരുന്നു കല്യാണം നടന്നത്. അന്ന് തങ്ങൾ തമ്മിൽ പ്രേമമൊന്നും ഇല്ലായിരുന്നുവെന്നും ബോറായി സംസാരിക്കുന്നവർ ഉണ്ടായിരുന്നു. ചേട്ടാ, എല്ലാവരും ഇങ്ങനെ ഓരോന്ന് പറയുന്നു, നമുക്ക് കല്യാണം കഴിച്ചൂടെ എന്ന് ഞാൻ തന്നെയാണ് ചോദിച്ചത്. അന്ന് പുള്ളിക്ക് ഒരു മകനുണ്ടായിരുന്നു. അവിടെ തന്നെ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2013 സുധിയുമായി തൻ്റെ വിവാഹം. പിന്നീട് രേണു കാരണമാണ് തൻ്റെ കുടുംബ ബന്ധം തകർന്നതെന്നും സുധിയും രേണുവും ചാനലിൽ പറഞ്ഞതെല്ലാം കള്ളമാണെന്നും മിമിക്രി മേഖലയിലടക്കം താനുമായുള്ള വിവാഹകാര്യം അറിയാവുന്നവർ ധാരാളമുണ്ടെന്നും ഇവർ തുറന്നു സമ്മതിക്കുന്നു. കല്യാണം കഴിച്ച് നേരെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. റിസപ്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടത്തിയും വീട്ടിൽ വന്നാണ് കല്യാണം ആലോചിച്ചത്. ഇവൾ കൊച്ചാണ്, എന്തിനാണ് ജീവിതം തുലയ്ക്കുന്നതെന്ന് ആ ഫാമിലിയിലുള്ളവർ തന്നെ തൻ്റെ അമ്മയോട് പറഞ്ഞിട്ടുമുണ്ട്. സുധിയുടെ ആദ്യ ഭാര്യ ശാലിനിയും ഈ പറഞ്ഞ സ്ത്രീയും തമ്മിൽ നല്ല കമ്പനിയായിരുന്നു. അവർ തമ്മിൽ വിളിക്കാറുണ്ടായിരുന്നു ഫോണിൽ എന്നൊക്കെയാണ് ഈ സ്ത്രീ ഇപ്പോൾ പറയുന്നത്. സുധിച്ചേട്ടനും രേണുവും ചാനലിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളത്തരമാണ്. സുധിച്ചേട്ടനുമായി ഞാൻ വഴക്കുണ്ടാക്കിയത് ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ടല്ലെന്നും അന്ന് ഗൂഗിൾ പേ ഒന്നുമില്ല. ഈ ശാലിനിക്ക് ഒരുപാട് പൈസ ബാങ്ക് വഴി ട്രാൻസ്ഫർ ചെയ്യും. അന്ന് ഗൂഗിൾ പേ ഇല്ലാത്തത് കൊണ്ട് ഈ ബില്ല് ഞാൻ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ തവണ വഴക്കുണ്ടാക്കിയതും ഇതിന് തന്നെയായിരുന്നു. ഡിവോഴ്സ് കഴിഞ്ഞിട്ടും കാശ് എന്തിനാണ് ഇവർക്ക് കൊടുക്കുന്നതെന്ന് ചോദിച്ചായിരുന്നു വഴക്ക്. എൻ്റെ 2ാം വിവാഹം കഴിഞ്ഞ് ഗർഭിണിയായിരുന്ന സമയത്ത് ശാലിനി എന്നെ വിളിച്ചിരുന്നു. നീ എപ്പിസോഡുകളൊക്കെ കാണുന്നില്ലേ, എന്നെ നാണം കെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ആ സ്ത്രീ പറയുകയുണ്ടായി. ആ സമയത്ത് അവർക്ക് 3.5-4 വയസ്സുള്ള ഒരു മകനുമുണ്ടായിരുന്നു. പറയുന്നവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, നീ മോനെ നോക്കി നന്നായി ജീവിക്കണമെന്ന് ഇവർ പറയുകയുണ്ടായി. എന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നു. അതായത് ഈ പറഞ്ഞ 2ാമത് വിവാഹം കഴിച്ചു എന്ന് പറയുന്ന ഈ സ്ത്രീയെ കാണണമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. അടുത്ത മാസം പൊങ്കാല കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വരും, അപ്പോൾ നീ എന്നെ വന്ന് കാണ് എന്നൊക്കെയാണ് ഇവർ ഫോണ് പറഞ്ഞ് തമ്മിൽ സംസാരിച്ച് അവസാനമായിട്ട് ഫോൺ വെച്ചത്. എന്നാൽ അടുത്ത മാസം എൻ്റെ ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വിളിച്ചാണ് മരിച്ചത് അറിയുന്നത്. അതായത് ഈ പറയുന്ന സ്ത്രീയുടെ ഒരു ഫ്രണ്ട് ഗൾഫിൽ നിന്നും വിളിച്ചാണ് ഇവർ മരിച്ച കാര്യം അറിയിക്കുന്നത്. ഞാൻ ഗ്രൂപ്പുകളൊക്കെ ഡിലീറ്റ് ചെയ്തിരുന്നു, അതിനാൽ എനിക്കൊന്നും അറിയാൻ കഴിഞ്ഞിരുന്നില്ല. സുധിച്ചേട്ടൻ ചാനലിൽ വന്ന് പറഞ്ഞ 99% കാര്യങ്ങളും കള്ളമാണെന്നും ശാലിനി മകന് വേണ്ടി ഒന്നും ചെയ്യാതിരുന്നിട്ടില്ലെന്നും പുസ്തകങ്ങളും ഡ്രസ്സുകളും എല്ലാം വാങ്ങിക്കൊടുക്കാറുമുണ്ടായിരുന്നു. ചുമ്മാ കെട്ടുകഥകൾ പറഞ്ഞുണ്ടാക്കിയതാണ്. കുട്ടിയെയും കൊണ്ടാണ് അവൾ ആദ്യം പോയത്. കേസ് കൊടുത്ത് കുട്ടിയെ തിരിച്ചു വാങ്ങിയതാണെന്നും ഈ സ്ത്രീ പറയുന്നു. തൻ്റെയും കൊല്ലം സുധിയുടെയും വിവാഹബന്ധം തകരാൻ കാരണം രേണുവാണെന്ന് ഇവർ ആരോപിക്കുന്നു. രേണുവിൻ്റെ മെസ്സേജുകൾ ഫോണിൽ കാണാനിടയായതും സുധിച്ചേട്ടൻ മദ്യത്തിന് അടിമയായിരുന്നത് താനുമായി സുധിച്ചേട്ടൻ കല്യാണം കഴിച്ചതാണെന്ന് അറിയാമായിരുന്നുവെന്നും വൾഗറായ മെസ്സേജുകൾ കണ്ടപ്പോഴാണ് തങ്ങൾ പിരിയുന്നതെന്നും തൻ്റെ വീട്ടിൽ നിന്നും കൊല്ലം സുധിയെ ഇറക്കി വിടുകയായിരുന്നെന്ന് ഇവർ പറയുന്നു. ഇതിൽ ആരെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ആര് പറയുന്നതാണ് സത്യം? അറിയില്ല. എന്തായാലും സത്യം കൂടുതൽ ദിവസം ഒളിച്ചു വയ്ക്കാൻ കഴിയില്ല. അതൊരു നാൾ മറനീക്കി പുറത്തു വരും. അതാണ് സത്യത്തിൻ്റെ ശക്തി. സത്യം എന്തുതന്നെ ആയാലും ഭൂമിയിലില്ലാത്ത ഒരാളെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ അവകാശമില്ല, പറയാൻ പാടില്ല.